വലിയ പരിചരണ മുറകൾ ഇല്ലാത്ത മലയിഞ്ചി കൃഷി ഹൈറേഞ്ചിൽ വ്യാപകമാകുന്നു. ഇടവിളയായും തോട്ടമായും മലയിഞ്ചി കർഷകർ കൃഷി ചെയ്യുന്നു. വന്യമൃഗശല്യം കൃഷിയെ ബാധിക്കാത്തത് കർഷകർക്ക് അനുഗ്രഹമാണ്. വലിയ പരിചരണം ആവശ്യമില്ലാത്ത മലയിഞ്ചി കൃഷി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായി കർഷകർ പറയുന്നു. കേരളത്തിൽ തോട്ടവിള കൃഷിയിൽ ഇടവിളയായി വരുന്ന വിളയാണ് മലയിഞ്ചി. ഏകദേശം 5 അടി വരെ ഉയരത്തിൽ വളരുന്ന ഇവയുടെ ഇലയും തണ്ടും വലിപ്പമേറിയതാണ്. മലയിഞ്ചി വിളവെടുക്കാൻ 3 വർഷം ആവശ്യമുണ്ട്. കാലവർഷാരംഭത്തോടുകൂടി 8 അടി അകലത്തിൽ കൂനകളായി എടുത്ത് നന്നായി ചാണകപ്പൊടി ചേർത്ത് വിത്ത് കിഴങ്ങുകൾ നടാം. കളയെടുപ്പ് സഹിതം ആവശ്യത്തിന് നടത്തുകയും എല്ലാ വർഷവും മഴ ആരംഭിക്കുന്നതോടുകൂടി വളം ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുകയും വേണം. 3 വർഷം കഴിയുന്നതോടുകൂടി തണ്ടുകൾ വെട്ടിമാറ്റി ആഴത്തിൽ കിളച്ച് കിഴങ്ങുകൾ എടുക്കണം. വേരും മണ്ണും മാറ്റി വെട്ടിയരിഞ്ഞ് ഒരാഴ്ചയെങ്കിലും വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. 3-ാം വർഷമാകുന്നതോടുകൂടി നട്ടപ്രദേശമാകെ വളർന്ന് പടർന്നു പന്തലിക്കും. ഇവ പറിക്കുമ്പോൾ 3 തട്ട് വരെ കിഴങ്ങുകൾ കാണും. മുകളിൽ തട്ട് മൃദുലമാണെങ്കിൽ മറ്റു 2 തട്ടിലെയും കിഴങ്ങുകൾ വളരെ കാഠിന്യമുള്ളതാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ്. വേരുകളും മണ്ണും നീക്കം ചെയ്ത് ചെറിയ കഷണങ്ങളാക്കി 10 ദിവസം വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കണം. ഹോമിയോ മരുന്നുകളിലും വേദന സംഹാര ബാമുകൾക്കുമായാണ് മലയിഞ്ചി കയറിപ്പോകുന്നത്. ആദായകരമാണ്. 4 കൊല്ലം നമ്മൾ നോക്കണം. 5ാമത്തെ കൊല്ലമാണ് സാധാരണ പറിക്കുന്നത്. ആരംഭത്തോടൊക്കെ ആണെങ്കിൽ 2ാമത്തെ വർഷം പറിക്കാം. അന്നേരം അതുപോലെ വളം മരുന്നും ചെയ്ത് കൊടുക്കണം. മറ്റു കൃഷികളെ വെച്ച് ഇത് കണ്ടമാനം പന്നി കളയുകയില്ല, ആന കളയുകയില്ല, തിന്നിയില. ഇത് നട്ടുന്നിരുന്നത് നമുക്ക് അതുകൊണ്ട് ആദായം കിട്ടും. കമ്പനികൾ കിലോഗ്രാമിന് 300 വരെ വില നൽകുന്നുണ്ടെങ്കിലും വ്യാപാരികൾ കർഷകർക്ക് 90 മുതൽ 100 രൂപ വരെയാണ് നൽകുന്നത്. പച്ചക്ക് 20 രൂപ വരെ ലഭിക്കുന്നുണ്ട്. പണച്ചിലവ് വളരെ കുറവുള്ള ഇടവേളയാണ് മലയിഞ്ചി കൃഷി. ഇതിലടങ്ങിയ ജിഞ്ചറോൾ കാരണം വലിയ പരിചരണ മുറകൾ ആവശ്യമില്ലാതെ തോട്ടത്തിലെ ഇടവിളയായാണ് കൂടുതൽ പേരും കൃഷി ചെയ്യുന്നത്. അധികം ചിലവില്ലാത്ത കൃഷി നടത്താവുന്നതും കാലാവസ്ഥയും വന്യമൃഗങ്ങളെയും ഭയക്കേണ്ട കാര്യമില്ലാത്തതിനാൽ കൂടുതൽ കർഷകർ മലയിഞ്ചി കൃഷി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഹൈറേഞ്ച് താലൂക്ക് NSS യൂണിയനിൽ നിന്നും NSS പ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ PC സന്തോഷ് കുമാർ, KS അനിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഹൈറേഞ്ച് NSS യൂണിയനിൽ നിന്നും NSS പ്രതിനിധി സഭയിലേക്ക് ഒഴിവ് വന്ന 2 സ്ഥാനത്തേക്കാണ് ഇലക്ഷൻ നടന്നത്. വിജ്ഞാപന പ്രകാരം രഹസ്യ ബാലറ്റ് ഇലക്ഷനാണ് നടന്നത്. ഇലക്ഷൻ ഓഫീസർ ഗോപകുമാർ, യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, NSS ഇൻസ്പെക്ടർ പ്രവീൺ R നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള 42 കരയോഗങ്ങളെ പ്രതിനിധീകരിച്ച് 42 ഇലക്ട്രൽ റോൾ മെമ്പർമാർ വോട്ട് രേഖപ്പെടുത്തി. KS അനിൽകുമാർ, രാജേഷ് N നായർ, PC സന്തോഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥികളായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച PC സന്തോഷ് കുമാർ, KS അനിൽകുമാർ എന്നിവരെ ഇലക്ഷൻ ഓഫീസർ വിജയികളായി പ്രഖ്യാപിച്ചു. ഓരോ കരയോഗങ്ങളിൽ നിന്നും ഇലക്ട്രൽ മെമ്പറായി ഒരു വ്യക്തിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ അംഗത്തിന് മാത്രമാണ് താലൂക്ക് യൂണിയൻ മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാവുക. ഹൈറേഞ്ച് NSS യൂണിയനിൽ നിന്നും 2 അംഗങ്ങൾക്ക് മാത്രമാണ് പെരുന്നയിലെ NSS ആസ്ഥാനത്തെ പ്രതിനിധി സഭയിലേക്ക് പ്രവേശിക്കാനാകൂ. സമുദായ അംഗങ്ങളുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമെന്ന് ഇരുവരും പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഹൈറേഞ്ചിലെ നായർ സമുദായ അംഗങ്ങളുടെ ഒരു ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും നായർ സർവീസ് സൊസൈറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ആരാധ്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ കരങ്ങൾക്ക്, ശ്രീ G സുകുമാരൻ നായർ സാറിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായും കാര്യക്ഷമമായും തുടരും എന്നുള്ളതും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.